വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ അനുസ്മരണം നടക്കുന്ന പെസഹ വ്യാഴാഴ്ചയിലെ പേപ്പൽ ബലി ഇത്തവണ നടക്കുക റോമിലെ ബെബിബിയ ജയിലിൽ. പെസഹ വ്യാഴാഴ്ച ഫ്രാൻസിസ് പാപ്പ റെബിബിയ വനിതാ ജയിലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. കൂടാതെ ഈ വർഷത്തെ പെസഹ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകൾ സ്വകാര്യ സ്വഭാവമുള്ളതായിരിക്കുമെന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നും വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് 28 പെസഹ വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ വനിതാ ജയിലിൽ സ്വകാര്യ സന്ദർശനം നടത്തുമെന്നും അവിടെ വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുമെന്നും വത്തിക്കാൻ അറിയിച്ചു. വിശുദ്ധ കുർബാനയ്ക്കിടെ വിനയത്തിന്റെ മഹനീയ മാതൃക ലോകത്തിന് കാണിച്ചു നൽകി യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ അനുസ്മരിച്ച് പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷ പാപ്പ ഇത്തവണയും നടത്തുമെന്ന് തന്നെയാണ് സൂചന. അതേസമയം കാൽമുട്ടിനുള്ള ബുദ്ധിമുട്ടുൾപ്പെടെ വിവിധങ്ങളായ ശാരീരിക പ്രശ്നങ്ങൾ പാപ്പ നേരിടുന്നത് വെല്ലുവിളിയാണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് 2015 പെസഹ വ്യാഴാഴ്ച റെബിബിയ ജയിലിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ച് കാൽ കഴുകൽ ശുശ്രൂഷ നടത്തിയിരുന്നു. അന്ന് പാപ്പ കാൽ കഴുകിയവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരു കുട്ടിയും ഉൾപ്പെട്ടിരുന്നു. മെത്രാനായിരുന്ന കാലം മുതൽക്കേ ജയിൽ അന്തേവാസികൾക്കൊപ്പം പെസഹ ദിനാചരണം നടത്തുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ പതിവാണ്. പാപ്പയായതിനു ശേഷവും ഈ പദവിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. 2013 പത്രോസിന് സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് 15 ദിവസങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ എന്ന നിലയിൽ ഫ്രാൻസിസ് പാപ്പ ആദ്യമായി പെസഹ ദിന ശുശ്രൂഷ നടത്തിയത് വത്തിക്കാൻ സിറ്റിയിൽ നിന്നും 11 മൈൽ അകലെയുള്ള കാസൽ ഡെൽ മാർമോ ജുവനൈൽ ജയിലിലായിരുന്നു. കഴിഞ്ഞ വർഷം പെസഹ വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ച് അന്തേവാസികളായ 12 യുവ തടവുകാരുടെ പാദങ്ങൾ കഴുകിയത് ഇതേ ജയിലിലായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഒരു വീൽചെയറിലാണ് പാപ്പയെ ജയിലിനുള്ളിലെ ചാപ്പലിലേക്ക് കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്. കാലിന് വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ തടവ് പുള്ളികളുടെ പാദങ്ങൾ മുട്ടുകുത്താതെ തന്നെ കഴുകാനുള്ള സജ്ജീകരണങ്ങൾ പാപ്പയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. 10 യുവാക്കളുടെയും 2 യുവതികളുടെയും പാദങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷം കഴുകിയത്.